ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും ഐസ്ക്രീം മിക്സ് ഉപയോഗിച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കാണാം കേട്ടോ. അപ്പം ഞാൻ ക്വാളിറ്റിയുടെ ഐസ്ക്രീം മിക്സാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിൻ്റെ പാക്കാണ് അത്. സ്ട്രോബെറി ഫ്ലേവർ ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിയുള്ള പാത്രം ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുക്കറുണ്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പാക്കറ്റ് പാൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിൻ്റെ ബാക്കിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് പാൽ മാറ്റിയെടുത്തിട്ട് നമ്മുടെ മിക്സ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ട് അതിനകത്തേക്ക് ഇടുകയാണെങ്കിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇത്തിരി പാലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം തിളച്ച് വന്നിട്ടുണ്ട് പാൽ. തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി ഇടാം. എന്നിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മധുരം വേണമെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതിന് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് അരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ അലുമിനിയം പാത്രത്തിനകത്താണ് ഇതെടുക്കണത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഇതിനകത്തേക്ക് നമുക്ക് അരിച്ച് ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രീസറിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഫ്രീസറിനകത്ത് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ എടുത്ത് വയ്ക്കാം കേട്ടോ. ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസർ നല്ല തണുപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സമ്മറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറായപ്പോൾ ഞാനിവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ വിപ്പൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത്തിരി കട്ടയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഫ്രീസറിനകത്ത് ഒരു 2 മണിക്കൂറും കൂടി വെച്ച് വെക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് രുചികരമായിട്ടുള്ള ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.